ഇറാനും ഇസ്രയേലും ആയിട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ ശ്രമം നടക്കുന്നതും ചർച്ചകളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ മേഖലയുടെ സമാധാനം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അദൃശ്യ സഖ്യം രൂപപ്പെടുന്നു എന്ന് അങ്ങ് പറഞ്ഞു 4 രാജ്യങ്ങൾ. ആരും പറഞ്ഞിട്ടില്ല, ആ ആരും പറഞ്ഞില്ല. നമ്മൾ അതാണ് നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻ. ഇംപ്രഷൻ ജനറലി ദ വേൾഡ് ഗെറ്റ്സ് ദ ഇംപ്രഷൻ. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സഖ്യത്തെ അമേരിക്ക തീർച്ചയായിട്ടും ആശങ്കയോടെ കാണുന്നു. ഇപ്പുറത്ത് നിൽക്കുന്ന ഇറാൻ പിന്നീട് എന്തായിരിക്കും ചെയ്യുക? ഇറാൻ ഒരു കാരണവശാലും സൗദിയുമായി സഖ്യമില്ല. സൗദിയുമായി ശത്രുതയിൽ നിൽക്കുന്ന രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകളുമായും അവർക്ക് നല്ല ബന്ധം അല്ല ഗൾഫ് അറബ് മേഖലയിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും ഇറാൻ്റെ നിലപാട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് സങ്കീർണമാണെന്ന് പറയുന്നത്. ഇറാൻ ആഗ്രഹിക്കുന്നത്, ഇറാനല്ല, ഇസ്ലാമിക ലോകത്ത് പൊതുവെ ഒരു ചിന്തയുണ്ട്. ഇസ്ലാമിക ലോകത്തെ വിഘടിപ്പിച്ച് നിർത്തുക വഴി ബാഹ്യ സംസ്കാരങ്ങൾ അവരുദ്ദേശിക്കുന്നത് അമേരിക്കൻ ട്രാൻസ് അറ്റ്ലാന്റിക് സിവിലൈസേഷൻസ് ആണ്. അതെ. യൂറോപ്പും അമേരിക്കയും ചേർന്ന ഒരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് ക്രിസ്ത്യൻ സിവിലൈസേഷൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവരിങ്ങനെ കീപ് ഇസ്ലാമിക് വേൾഡ് ഡിവൈഡഡ്. അത് ഷിയ സുന്നി വിഷയം, അല്ലെങ്കിൽ സുന്നി രാജ്യങ്ങൾക്കിടയിൽ തന്നെ പരസ്പരം പ്രശ്നങ്ങൾ, അറബി ആൻഡ് നോൺ അറബ് രാജ്യങ്ങൾ അതെ തമ്മിലുള്ള അതെ വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ പല നറേറ്റീവ്സ് ആണ്. പക്ഷെ ആ നറേറ്റീവ്സിൽ നിന്നൊരു മോചനം എന്ന നിലയിൽ, ഒരു തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. ഓക്കെ. അതിനകത്തെല്ലാം ഒരു അറബ് രാജ്യം, 2 അറബ് രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യയും ഈജിപ്തും അറബ് രാജ്യങ്ങൾ. അതെ, തുർക്കി അറബി മേഖലയ്ക്ക് പുറത്തുള്ള മുസ്ലിം രാജ്യമാണ്. മുസ്ലിം രാജ്യമാണ്. ഇറാൻ അറബ് രാജ്യമല്ലല്ലോ, ഇറാൻ അതെ, ആണല്ലോ വിഷയം. ഇസ്ലാമിക് രാജ്യം, അതുപോലെ പാകിസ്ഥാൻ അറബ് രാജ്യമേ അല്ല, ഇന്ത്യ പോലെ രാജ്യമാണ്, നോൺ അറബ് ബട്ട് മുസ്ലിം. മുസ്ലിം. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയോട് നല്ല ബന്ധമുള്ള രാജ്യങ്ങളായിരുന്നു. അതെ, നോക്കൂ, ഈജിപ്ത് അമേരിക്കയോട് നല്ല ബന്ധമില്ലേ? ഒരു കാലത്ത് റഷ്യയുമായിട്ടായിരുന്നു ബന്ധം. പക്ഷേ ക്യാമ്പ് ഡേവിഡ് അക്കോർഡൊക്കെ ഒപ്പുവെച്ച് ഇസ്രയേലുമായിട്ട് ആദ്യം സന്ധി ചെയ്ത രാജ്യം ഈജിപ്താണെന്ന് ഓർക്കണം. അതെ, കറക്റ്റ്. സൗദിയുടെ സുരക്ഷാ ചുമതല മുഴുവൻ അമേരിക്കയല്ലേ യഥാർത്ഥത്തിൽ നോക്കുന്നത്? സൗദിയുടെ വിമാനങ്ങൾ, സൗദിയുടെ ആയുധങ്ങൾ എല്ലാം അമേരിക്കനല്ലേ? ട്രെയിനിങ് എല്ലാം അമേരിക്കയല്ലേ? അതുപോലെ തുർക്കി നെയ്റ്റോയുടെ പങ്കാളിയല്ലേ? ഉം. നെയ്റ്റോയുടെ സഖ്യ രാജ്യമല്ലേ? അല്ലെ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ അവിഭാജ്യ ഘടകമാണ് നെയ്റ്റോ. പാകിസ്ഥാൻ എക്കാലത്തും അമേരിക്കയോട് ശീതയുദ്ധകാലത്ത് ഉൾപ്പെടെ അമേരിക്കയോട് ചേർന്ന് നിന്ന രാജ്യമാണ്. പക്ഷെ ഒസാമ ബിൻ ലാദനെ പൊക്കിയത് അബദ്ധബാദിൽ നിന്നാണ്, പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു വൈരുദ്ധ്യമാണ്. തീവ്രവാദികളെ അമേരിക്ക തേടിക്കൊണ്ടിരിക്കുന്നത്, തീവ്രവാദികൾക്ക് അഭയം നൽകിയ ഒരു മുട്ടനാടാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഇത് പക്ഷേ ഒരു ആവശ്യം വന്നപ്പോൾ, ഇറാൻ വിഷയം അവസാനിപ്പിക്കണം എന്ന ചിന്ത വന്നപ്പോൾ അമേരിക്ക ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ പാകിസ്ഥാൻ. അതിനുവേണ്ടി അസിം മുനീറിനെ കൾട്ടിവേറ്റ് ചെയ്ത് മാസങ്ങളല്ല, പല പ്രാവശ്യമാണ് അസിം മുനീറിൻ്റെ സന്ദർശനം അമേരിക്കയിൽ ഉണ്ടായി. അതെ, ഇതെല്ലാം ചേർത്ത് വായിക്കണം. ഇപ്പോൾ തന്നെ അന്തിമമായി ഇപ്പോൾ കരാറുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്, ഒരു കരാറുണ്ടാകുന്നു, ഇറാൻ വിഷയത്തിൽ ഒരു കരാറുണ്ടാകുന്നു. ആണവ ഇന്ധനം, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചു. ഇറാൻ പറഞ്ഞിട്ടില്ല, ട്രംപാണ് പറയുന്നത്. പതിവ് പോലെ ട്രംപാണ് പറയുന്നത്, സമ്മതിച്ചു. എല്ലാം പറയുന്നത് ട്രംപ് ആയിരിക്കും. എല്ലാം പറയുന്നത് ട്രംപ് തന്നെയല്ലേ? പിന്നെ അതുപോലെ ഹോർമുസ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ തുറക്കുമെന്ന പ്രതീക്ഷയാണ്. അതുപോലെ ഇറാന്റെ എണ്ണ വെളിയിൽ കൊണ്ടുപോകാം, ഉപരോധം അവസാനിപ്പിക്കുന്നു. ഇനി ഇസ്രയേൽ ഇനി ആക്രമണം, ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തില്ല. അപ്പോൾ എല്ലാം ഭദ്രം. ഉം. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ പറയുന്നത് ട്രംപാണ്. ട്രംപ് പറയുന്നു എന്നതുകൊണ്ട് നമുക്ക് ഹരിച്ച് ഗുണിച്ച് കൂട്ടി കിഴിച്ചൊക്കെ നോക്കാൻ പറ്റൂ. പക്ഷെ അവിടെ ആ ഒരു കാര്യം സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദ ക്രെഡിറ്റ്. ഉം. പാകിസ്ഥാൻ ഇന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം വല്ലാതെ മുഖം നഷ്ടപ്പെട്ടു നിന്ന പാകിസ്ഥാന് മുഖം ഉണ്ടാക്കി കൊടുത്തത് നയതന്ത്ര രാജ്യമെന്ന നിലയിൽ, സ്വിറ്റ്സർലൻഡിനെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ അതെ, നയതന്ത്ര രംഗത്തെല്ലാം വൻപൻ ശക്തികളെ, ചെറിയ രാജ്യം വൻപൻ ശക്തികളെ ജനീവയിലേക്ക് വിളിച്ച് സംസാരം നടത്തി വിടുന്നു. അതുമാതിരിയാണ് അസിം മുനീർ ഇപ്പോൾ ടെഹ്റാനിലുണ്ട്. അപ്പോൾ ടെഹ്റാനിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി എടുക്കുന്നത് മുനീറാണ്, അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് തോന്നാം. പക്ഷെ നാളെ അമേരിക്കയുടെ ആവശ്യമില്ല എന്നും ഇവർക്കറിയാം. ഉം. ഇവിടെയാണ് അമേരിക്ക ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ബാലൻസിങ് ആക്ട്. അവിടെയാണ് ഇന്ത്യയെ വീണ്ടും ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി, ഇപ്പോൾ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് അല്ല, വീണ്ടും വൺസ് അഗെയിൻ ഇന്ത്യ ഈസ് ഗ്രാജ്വലി എമർജിങ് ആസ് എ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ്. അതോടൊപ്പം തന്നെ ക്വാഡും കൂടെ ചേർത്ത് വായിക്കണം. യെസ്. ക്വാഡ് അധികം സംസാരമില്ലായിരുന്നു. ഇപ്പം ചതുർരാഷ്ട്ര സഖ്യം, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇപ്പം ചൈനയെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനുള്ള നാവിക കൂട്ടായ്മയാണ് ക്വാഡ്. അതിൻ്റെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അമേരിക്കൻ വിദേശകാര്യമന്ത്രി കൂടിയായ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ എത്തിയത്.
അപ്പം ഇത് ഒരു വശത്ത് ഈ പിന്നെ എന്താ പറയുക ട്രേഡാണ്, നമുക്കൊന്നും തോന്നില്ല, മറ്റൊന്നും തോന്നില്ല, ട്രേഡ് നെഗോസിയേഷൻസ് ആണ്. മറുവശത്ത് ഇതൊരു ക്വാഡിൻ്റെ സമ്മേളനം, അതും ഇന്നോക്കിയസ് ആണ്. പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ മാറി വരുന്ന ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയെ തള്ളിക്കളയുന്നതിൻ്റെ അപകടം അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് മ്യൂച്വലി ബെനിഫിഷ്യൽ ഡീലിലേക്ക് വരാം. യെസ്. ഇതാണ് ചിന്ത.